അങ്ങനെ നമ്മുടെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ് എന്റെ പൊന്നാര സുഹൃത്തുക്കളെ. 7 റൺസിന് നമ്മുടെ സഞ്ജുബായുടെ 89 റൺസ്, 42 ബോളിൽ നിന്ന് 7 സിക്സും 8 ഫോറും അടങ്ങിയ ഇന്നിങ്സ് ആയിരുന്നു. 211 സ്ട്രൈക്ക് റേറ്റിൽ. എന്തെന്നാ പറയാ. സോ സഞ്ജുബായ് നിങ്ങൾ പുലിയല്ല, പുലിയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ നിർണായക മത്സരത്തിൽ നമ്മുടെ സഞ്ജുബായ് എടുത്ത 97 റൺസിന്റെ പിന്നാലെ ഇപ്പൊ ഒരു 89 റൺസ് കൂടി കൊടുത്തിരിക്കുന്നു. ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിന് ഇട്ട് കൊടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 257 ആയിരുന്നു. ഇംഗ്ലണ്ട് ഒരു രക്ഷയില്ലാട്ടോ, നല്ല പെട പഠിച്ചിട്ട് തന്നെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അവസാനം ഓവർ ചെയ്യാൻ വന്ന ശിവൻ ദുബ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഞാൻ വേർത്ത് കുളിച്ചു. കാരണം ശിവൻ ദുബ എന്ന് പറയുന്നത് ഒരു അസല് ചെണ്ടയാണ്. ശിവൻ ദുബയുടെ കൂടെ തന്നെ വരുൺ ചക്രവർത്തിനെ പറയണ്ട, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുൺ ചക്രവർത്തിക്ക് ഓവർ കൊടുക്കല്ലേ. വരുൺ ചക്രവർത്തിനെ മാറ്റിയിട്ട് കുൽദീപ് യാദവിനെ ഇറക്കിക്കോന്ന്. എവിടെ കേൾക്കാൻ. 62 റൺസാണ് 4 ഓവറിൽ കൊടുത്തിട്ടുള്ളത്. ഒരു വിക്കറ്റും എടുത്തു. ഇതൊന്നും ഒരു രീതിയിലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരു 10-35-40 റണ്ണല്ല, 10-62 റണ്ണൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിർണായക സെമിഫൈനൽ പോലത്തെ മത്സരത്തിൽ എന്തെന്നാ പറയാ. ബുംറയുടെ ഓവർ ഞാൻ വേർത്ത് കുളിച്ചുവിട്ട സുഹൃത്തുക്കളെ. എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ബുംറയുടെ ഓവർ മാരക ബോളിംഗ് തന്നെയായിരുന്നു. ബുംറയുടെ എക്സ്പീരിയൻസ് ആണ് അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള കണിശമായിട്ടുള്ള യോർക്കർ എറിഞ്ഞിട്ട് തന്നെയാണ് ബുംറ നമ്മുടെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ബുംറ ഓവർ എറിഞ്ഞ് പിറ്റത്തെ ഓവർ ഹർഷദ് സിംഗ് നല്ല പോലെ 4 ബോൾ എറിഞ്ഞ് 5ാമത്തെ ബോൾ 4, 6ാമത്തെ ബോൾ 6. ആ കിടക്കുന്ന ചട്ടിയും കാലം അവിടെ. പിറ്റത്തെ ഓവർ എറിയാമെന്ന് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ നല്ല രീതിയിൽ ബോൾ ചെയ്തിട്ട് കളി തിരിച്ചു കൊണ്ടുവന്നു. എന്തായാലും അവസാനം ഓവർ എറിഞ്ഞ ശിവൻ ദുബ നമിച്ചിരിക്കുന്നു. താങ്കളെങ്ങാനും 30 റണ്ണ് കൊടുക്കായിരുന്നെങ്കിൽ ഈ കണ്ട കോടിക്കണക്കിന് ജനങ്ങൾ മുഴുവനും താങ്കളെ പ്രാഗി കൊന്നായിരുന്നു. അതിൽ എന്തെന്നാ പറയാ. അല്ലെ, നിങ്ങളൊന്ന് ആലോചിക്കുക. 7 റൺസിന്റെ പരാജയമാണ് ഇംഗ്ലണ്ട് തോറ്റിരിക്കുന്നത്. അത് അപ്പൊ അത്രയ്ക്ക് മാത്രം ഒരു പിന്നാലെ എത്തി എന്നുള്ളതാണ്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രമാത്രം വിയർത്ത് കുളിച്ചിരിക്കുന്നു. ഞാൻ ഈ വീഡിയോ വലിയ രീതിയിൽ വലിച്ചു നീട്ടണമെന്നും ഇല്ലാത്ത സുഹൃത്തുക്കളെ. നമ്മുടെ സഞ്ജു സാംസൺ 42 ബോളിന് 89 റൺസ് എടുക്കുന്ന സമയത്ത് അഭിഷേക് ശർമ്മ എന്ത് മാങ്ങാത്തൊരു ചെയ്ത്. അഭിഷേക് ശർമ്മ ഫോമൗട്ടാണ്. അഭിഷേക് ശർമ്മനെ മാറ്റേണ്ടതായിട്ടിരിക്കുന്നു. അഭിഷേക് ശർമ്മനെ എന്തിനാണ് നിലനിർത്തി കൊണ്ടുപോകണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇന്ന് ഫോമാവും നാളെ ഫോമാവെന്ന് പറഞ്ഞ് ഇനിയിപ്പോ ഫൈനലിലും കളിപ്പിക്കുമെന്നാ. ഫൈനലിൽ അഭിഷേക് ശർമ്മനെ മാറ്റിയിട്ട് വേറൊരു ബാറ്റ്സ്മാനെ അവിടെ ഇറക്കണം. അതാണ് വേണ്ടത്. സഞ്ജു സാംസനെ മാറ്റാൻ നല്ലതായിരുന്നല്ലോ. ഇപ്പൊ ജയിച്ച സമയത്ത് ഇനിയിപ്പോ നമ്മളതൊന്നും പറഞ്ഞിട്ട് തർക്കിക്കാൻ നിൽക്കണില്ല. ഇനിയിപ്പോ ഫൈനലിക്ക് ന്യൂസിലാൻഡിനെ നേരിടാനുള്ള ഒരു ടീമിനെ സജ്ജാക്കുക. അതാണ് വേണ്ടത്. അതുപോലെ ഇഷാൻ കിഷാനും സഞ്ജു സാംസണും കൂടിയിട്ടുള്ള ആ ഒരു ഓപ്പണിംഗ്, സഞ്ജു സാംസണും ഇഷാൻ കിഷാനും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന സ്കോർ തന്നെയാണ് ഇന്ത്യക്ക് കൂടുതൽ ഒരു അടിത്തറ കൊടുത്തത്. അതിന്റെ പിന്നാലെ നമ്മുടെ ശിവൻ ദുബ വന്നു. ശിവൻ ദുബ നന്നായിട്ട് കളിച്ചു. ശിവൻ ദുബ റണ്ണൗട്ടായി പോയി ഹാർദിക് പാണ്ഡ്യയുടെ അതിൽ. അങ്ങനെയൊക്കെയാണ് ഇന്ത്യക്ക് പ്രശ്നമായത്.